ഫാമിലി. അപ്പോൾ മിസ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. നേരത്തെ മിസ് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്, ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ വീഡിയോസ് ആയിട്ട് ലൈവിൽ വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ വീഡിയോസ് ആയിട്ട് മിസ് വന്നിട്ടുണ്ട്. ഇന്ന് എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 കൾച്ചർ ആൻഡ് നാഷണലിസത്തിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എസ്സേ കാണപ്പെടുന്നതും അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒത്തിരി ഉണ്ട്, പക്ഷെ എനിക്ക് മടിയാണ് പഠിക്കാൻ, അതങ്ങ് വിട്ടേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നൈസായിട്ട് മാറ്റി വെക്കുന്ന ആ പോർഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒക്കെ വായിക്കുമ്പോഴത്തേക്ക് അറിയാം, 5th ചാപ്റ്റർ വായിക്കുമ്പോൾ ഒരുപാട് വലുതാണ്, ഓരോ ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതെല്ലാം വായിച്ചു വരുമ്പോഴത്തേക്ക് സമയം പോകും മിസ്സേ എന്ന് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. അങ്ങനത്തെ ചെറിയ ചെറിയ ടോപ്പിക്സ് എടുത്തായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ മാറ്റി വെക്കും എന്ന് ഉറപ്പുള്ള ഒരു പോർഷനാണ് മിസ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരും കാണും, എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഓടി പിടിച്ച് അയ്യോ എനിക്ക് ആ പോർഷൻ അറിയത്തില്ല, അതൊന്ന് വീഡിയോ കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. അങ്ങനെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമസ്കാരം. ഓക്കെ, അപ്പം നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പം കാണാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 5 കൾച്ചർ ആൻഡ് നാഷണലിസത്തിൻ്റെ അകത്ത്, അത് വലിയ ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് മാർക്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങളുടെ ഈ കമ്മിങ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പോർഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് കടന്നാലോ? അപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഏതാണ്. യെസ്, ന്യൂസ് പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൾച്ചർ ആൻഡ് നാഷണലിസത്തിൻ്റെ അകത്ത് ന്യൂസ് പേപ്പർ എന്നൊരു പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോളൂ. നേരത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഡീപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ മിസ് പറഞ്ഞായിരുന്നു പണ്ടത്തെ കാലത്ത് എന്തിനാണ് നമ്മൾ ഇപ്പോഴും ന്യൂസ് പേപ്പർ യൂസ് ചെയ്യുന്നത്? എന്തിനായിരുന്നു? നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ. എന്താണ് ഇൻഫർമേഷൻസ്? നമുക്ക് ഷെയർ ചെയ്യാൻ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ 4 ആൾ അറിയണ്ടേ? അങ്ങനെ അറിയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് ഇറക്കി. ഇപ്പോഴും നമുക്കറിയാം പല സ്ഥലങ്ങളിൽ, ഇപ്പം കോട്ടയത്ത്, മിസ്സിൻ്റെ സ്ഥലം കോട്ടയമാണ്, കോട്ടയത്തെ ആ സെയിം ന്യൂസ് ആവണം എന്നില്ല. ഇപ്പം കോഴിക്കോട് വരുമ്പോൾ കോഴിക്കോട് ന്യൂസ്, കോഴിക്കോടിന് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ ആ ന്യൂസ് പേപ്പറിൽ വരുന്നത്. കോട്ടയത്താണെങ്കിൽ ആ കോട്ടയത്തിന് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ ആ ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ന്യൂസ് പേപ്പേഴ്സിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഇൻഫർമേഷൻ? എന്തിനായിരുന്നു അവർ ഇൻഫർമേഷൻ? എന്ത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ന്യൂസ് പേപ്പർ ഒക്കെ ഉണ്ടാക്കിയെന്ന് നമ്മൾ ചിന്തിച്ച് കാണുമായിരിക്കും. അങ്ങനെ ചിന്തിച്ചതിന് ഉത്തരം കിട്ടിയിട്ടുള്ളവരുണ്ടായിരിക്കും, കിട്ടാത്തവരുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് നോക്കാം എന്തായിരുന്നു, എന്തിനാണ് ന്യൂസ് പേപ്പർ വേണം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അങ്ങനെ ഇറക്കിയത് എന്തിനായിരുന്നു, എന്ത് ഒബ്ജക്റ്റീവ് വെച്ചായിരുന്നു എന്ന് നമുക്ക് ഇപ്പം നോക്കാം. ഇതിൻ്റെ അകത്തൊരു ടേബിളിൻ്റെ അകത്ത് 6 പോയിന്റ്സ് പോലെ ഇങ്ങനെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. പോപ്പുലറൈസ് റിഫോർമേറ്റീവ് മൂവ്മെന്റ്സ് അഗൈൻ സോഷ്യൽ ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. അത് എന്താണ്? നമുക്ക് കുറേ സോഷ്യൽ ഈവിൾസ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഒത്തിരി സോഷ്യൽ ഈവിൾസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ സൂപ്പർസ്റ്റിഷ്യസ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വേണ്ട, അതെന്ത് ചെയ്യുക? അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊന്നും വേണ്ട, അങ്ങനെ കുറേ അതിന് എഗൻസ്റ്റ് ആയിട്ട് കുറേ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് ആ സോഷ്യൽ ഈവൽസ് ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഓരോ സ്ഥലത്തും പോയി നടന്ന് പറയുന്നതിനേക്കാളും എന്ത് എളുപ്പമാണ് ന്യൂസ് പേപ്പർ വഴി കൊടുക്കുമ്പോൾ എല്ലാവരും അറിയില്ലേ? അപ്പം അങ്ങനെ അതിന് വേണ്ടിയായിരുന്നു ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇവിടെ ഇറക്കിയത്. രണ്ടാമത് നോക്കിയേ, കെപ്റ്റ് അബ്രസ്റ്റ് ഓഫ് ദ ഗ്ലോബൽ അജിറ്റേഷൻ ഫ്രം ഫ്രീഡം, ഡെമോക്രസി ആൻഡ് ഇക്വാലിറ്റി. നമുക്ക് ഫ്രീഡം വേണം, നമുക്ക് ഇക്വാലിറ്റി വേണം, ഡെമോക്രസി വേണം എന്ന തോട്ട് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? ന്യൂസ് പേപ്പർ വഴിയായിരുന്നു നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ റിപ്പോർട്ടഡ് ദ കലാമിറ്റീസ് ലൈക്ക് പ്ലേഗ് ആൻഡ് ഫെമിനിസ്റ്റ് ലൈക്ക് കിൽ thousands of Indians of various regions. ഓക്കെ, പല സ്ഥലത്തുള്ള ഇന്ത്യയിൽ പ്ലേഗ് വന്നു. പ്ലേഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗങ്ങൾ അല്ലേ? നമുക്കറിയാം ഈ കോവിഡ് പാൻഡമിക് ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മളറിയാം നമ്മൾ ഒത്തിരി അനുഭവിച്ചല്ലേ? പല സ്ഥലങ്ങളിലായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് എവിടെ പോകാൻ പറ്റത്തില്ല, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ള സന്തോഷമായിരുന്നു. പക്ഷെ എന്നാലും 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വയ്യ ബോറടിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ അങ്ങനത്തെ പ്ലേഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ കുറേ മരണങ്ങൾ സംഭവിച്ചു. അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് വഴിയായിരുന്നു? നമ്മുടെ ന്യൂസ് പേപ്പർ വഴിയായിരുന്നു. അപ്പോൾ 3 പോയിന്റ് കിട്ടിയ നമ്മുടെ സോഷ്യൽ ഈവൻസിന് എഗൻസ്റ്റ് ആയിട്ട് എന്താണ് മൂവ്മെന്റ്സ് നടക്കുന്നുള്ള കാര്യം നാട്ടുകാരെ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ഗ്ലോബൽ അജിറ്റേഷൻ, ഡെമോക്രസി, ഫ്രീഡം വേണം എന്ന ചിന്ത ആരിലേക്ക് എത്തിക്കുന്നു? അവിടെയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ കലാമിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ അവിടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ക്രിയേറ്റഡ് പബ്ലിക് അവയർനെസ് ഓൺ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ബൈ നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ ഭയങ്കരമായിട്ട്
ചൂഷണം ചെയ്യുവാണ്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരുപാടായിട്ട് റൂൾ ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യ വന്നിട്ട് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ന്യൂസ് പേപ്പർ വഴിയാണ്. മോട്ടിവേറ്റഡ് പീപ്പിൾ ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ഈവിൾസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ആ ബ്രിട്ടീഷ് റൂളിനെതിരെ നമ്മൾ ശബ്ദം ഉയർത്തണം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഓരോരുത്തരുടെ എടുത്തു പോയി നിന്ന് പറയുമായിരുന്നോ? അല്ല, ന്യൂസ് പേപ്പർ വഴിയായിരുന്നു അവരത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അടുത്ത പോയിന്റ് നോക്കിയേ, ഡിസെമിനേറ്റഡ് ഇൻഫർമേഷൻ ഓപ്പറേഷൻ ആൻഡ് റെപ്രസീവ് റൂൾ ഇൻ വേരിയസ് പാർട്ട് ഓഫ് കൺട്രി. പല സ്ഥലങ്ങളിൽ ഭയങ്കര ഒപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അഗ്രസീവ് റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെതിരെ ശബ്ദം ഉയർത്തണം എന്ന് പറഞ്ഞ് ആ ഒരു തോട്ട് കൊണ്ടുവന്നത് എങ്ങനെയാണ്? ആ ന്യൂസ് പേപ്പർ വഴി എഴുതിയായിരുന്നു കൊണ്ടുവന്നത്. ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കും എതിരെ നടക്കുന്ന സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരരാക്കി. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സ്വാതന്ത്ര്യത്തിൽ നിന്നും ജനാധിപത്യത്തിനും സമത്വത്തിനുമായി ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെ കുറിച്ച് വിവരങ്ങൾ നൽകി, അല്ലെ? പത്രത്തിലൂടെ വിവരങ്ങൾ നൽകി. ആ പ്ലേഗ്, ക്ഷാമം എന്നിവ മൂലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളായിരിക്കുന്ന മരണപ്പെട്ട വാർത്ത ഇന്ത്യയിലുള്ളവരെ എല്ലാവരെയും അറിയിക്കുവാനായിട്ട് ന്യൂസ് പേപ്പറിലൂടെ സാധിച്ചു. ഇന്ത്യയുടെ ഓരോ ഭാഗത്ത് നടക്കുന്ന അടിച്ചമർത്തലിനെയും നമ്മളെ അടിച്ചമർത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ യൂസ് ചെയ്തു. അതുപോലെ തന്നെ സാമൂഹിക തിന്മകൾ, അല്ലെ? നമ്മുടെ സൊസൈറ്റിയിലുള്ള സാമൂഹിക തിന്മകളെ അതിനെ പ്രതിഷേധിക്കാനായിട്ട് വേണ്ടി നമുക്ക് ശബ്ദം ഉയർത്തുവാനായിട്ട് സഹായിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണത്തെ കുറിച്ച് ജനങ്ങളെ അറിയിക്കുവാനായിട്ടും സഹായിച്ചു, അല്ലെ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ന്യൂസ് പേപ്പർ വന്നതോടുകൂടി ആൾക്കാരിലേക്ക് അറിയിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആണല്ലോ. അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സ്, നമ്മുടെ ഇന്ത്യനെ നമുക്ക് ഫ്രീഡത്തിലോട്ട് എത്തിച്ച് തന്ന കുറച്ച് ഇന്ത്യൻ ലീഡേഴ്സ് ഉണ്ട്. ഇവിടെ നടക്കുന്ന അനാചാരങ്ങളെ പറ്റിയൊക്കെ ശബ്ദം ഉയർത്തുവാനായിട്ട് ധൈര്യം കാണിച്ച് നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സ് ഉണ്ട്. അവരാണ് ഈ ഒരു ഐഡിയ, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചതും സഹായിച്ചതും അവരാണ്. അപ്പം നമുക്ക് നോക്കാം, ഇന്ത്യൻ ലീഡേഴ്സ് മോസ്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ ന്യൂസ് പേപ്പർ ടു പ്രൊപ്പഗേറ്റ് ദ നാഷണലിസ്റ്റിക് ഐഡിയോളജി. നാഷണലിസ്റ്റിക് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യനെ പറ്റിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഫ്രീഡം വേണം, ഈ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന സോഷ്യൽ ഈവിൾസ് മാറ്റണം എന്ന ഐഡിയോളജീസ് ഒക്കെ എങ്ങനെയായിരുന്നു പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പറയുന്ന എന്തിലൂടെയായിരുന്നു? നമ്മുടെ ന്യൂസ് പേപ്പർ വഴിയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദേ കൺസിഡർഡ് ജേർണലിസം ആസ് സോഷ്യൽ സർവീസ്. ജേർണലിസം എന്ന് പറയുന്ന ഒരു ജോലി ഒരു സോഷ്യൽ സർവീസ് ആയിട്ടായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്. ദ ന്യൂസ് പേപ്പർ ക്രിട്ടിസൈസ് ദ ബ്രിട്ടീഷ് പോളിസി ആൻഡ് മോട്ടിവേറ്റഡ് നാഷണൽ മൂവ്മെന്റ്സ്. ബ്രിട്ടീഷ് പോളിസി, ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താണ് ഇവർ കുറെ അടിച്ചമർത്തുകയും കാര്യങ്ങളൊക്കെ നടന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു? നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സ് എന്ത് പറഞ്ഞു? ഇത് നടക്കത്തില്ല, ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം. നാഷണൽ മൂവ്മെന്റ്സ്, അതായത് കുറെ മൂവ്മെന്റ്സ് ഒക്കെ വന്നായിരുന്നല്ലേ, ഇവരുടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയായിട്ട് കുറെ നാഷണൽ മൂവ്മെന്റ്സ് വന്നായിരുന്നു. അതൊക്കെ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ ഒരു പ്രചോദനം നൽകിയത് ആരാണ്? നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സ്. എന്തിലൂടെയാണ്? ന്യൂസ് പേപ്പറിലൂടെ ആയിരുന്നു എഴുതി അറിയിച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിന്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനത്തിൽ എത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം വർത്തമാന പത്രങ്ങളാണ്. അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായി കരുതിയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ടു ജേർണലിസം സോഷ്യൽ സർവീസ് ആയിട്ടായിരുന്നു ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നയങ്ങൾ അവയെ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു. നോക്കിക്കേ, ശക്തമായിട്ട് വിമർശിച്ചു. എന്തിനാ? ബ്രിട്ടീഷ് റൂൾസിന് എഗൻസ്റ്റ് ആയിട്ട് ശക്തമായി അവർ പ്രതിഷേധിച്ചു, അല്ലേ? അപ്പം അങ്ങനെ കുറെ നാഷണലിസ്റ്റിക് മൂവ്മെന്റ്സും നാഷണൽ മൂവ്മെന്റ്സും ഒക്കെ കാര്യങ്ങൾ നടന്നു. അതൊക്കെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത്? ന്യൂസ് പേപ്പറിലൂടെ ആയിരുന്നു. അപ്പം ഇത്രയും ക്ലിയർ ആണോ? നമുക്ക് അടുത്ത നോക്കാം. നോക്കിയേ, ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ഒത്തിരി പറഞ്ഞ ഒരു വ്യക്തിയാണ്, അല്ലെ? RRR എന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? രാജാ റാം മോഹൻ റോയ്. RRR രാജാ റാം മോഹൻ റോയ് ആണ്. രാജാ റാം മോഹൻ റോയ് എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് ഇവിടെ എന്താണ് കാര്യം? നമുക്ക് നോക്കാം. രാജാ റാം മോഹൻ റോയ് വാസ് ദ ഫസ്റ്റ് ടു സ്റ്റാർട്ട് എ ന്യൂസ് പേപ്പർ വിത്ത് എ നാഷണൽ പെർസ്പെക്റ്റീവ്. അതായത് ഇന്ത്യയെ പറ്റി എഴുതുവാനും ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതുവാനും മുൻകൈ എടുത്തത് ആരാണ്? നമ്മുടെ രാജാ റാം മോഹൻ റോയ് ആണ്. ഫസ്റ്റ് ന്യൂസ് പേപ്പർ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് സമ്പത്ത് കൗമുദി ഇൻ ബംഗാളിലെ ബംഗാളി ഭാഷയിൽ എഴുതിയ സമ്പത്ത് കൗമുദി എന്ന ന്യൂസ് പേപ്പറും മിറാറ്റുൽ അക്ബർ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ന്യൂസ് പേപ്പറും എന്താണ് ഫോക്കസ് ചെയ്തത്? എന്താണ് നോക്കിയത്? ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ റിഫോർമേഷൻ
ഡെമോക്രസി ആൻഡ് നാഷണലിസം. സോഷ്യൽ റിഫോർമേഷൻ, ഡെമോക്രസി ആൻഡ് നാഷണലിസം, ഈ 3 കാര്യമാണ് അദ്ദേഹം നോക്കിയത്. ഫോളോയിങ് ഹിസ് പാത്ത് മെനി റിഫോമേഴ്സ് ആൻഡ് നാഷണൽ ലീഡേഴ്സ് പബ്ലിഷ്ഡ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ റീജിയണൽ ലാംഗ്വേജ്. നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് ഏത് സാധാരണക്കാരന് വായിച്ചാലും മനസ്സിലാവുന്ന ഭാഷയിൽ ഓരോരുത്തരും തമ്മിൽ എഴുതാനായിട്ട് തുടങ്ങി അല്ലേ. ഒരാൾ തുടങ്ങി വെച്ചാൽ മതി, ബാക്കി നമ്മളങ്ങ് ഏറ്റെടുത്ത് ചെയ്തോളും. അങ്ങനെയാണല്ലോ എല്ലാവരും അല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ രാജാറാം മോഹൻ റോയ് RRR എന്ത് ചെയ്തു, ഒരു ന്യൂസ് പേപ്പർ ഇറക്കി. നാഷണലിസ്റ്റിക് പെർസ്പെക്റ്റീവില് ന്യൂസ് പേപ്പർ ഇറക്കി കഴിഞ്ഞപ്പോൾ എന്താണ് നടന്നത്, നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സ് ബാക്കി എന്ത് ചെയ്തു, നമ്മുടെ റിഫോമേഴ്സ് എന്ത് ചെയ്തു, അവരും എഴുതി അറിയിക്കാനായിട്ട് തുടങ്ങി. അവരുടെ ഓരോ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ആകുമ്പോൾ അത്രയും സ്ഥലത്തുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുമല്ലോ അല്ലേ. ഒരു പർട്ടിക്കുലർ ഭാഷയിൽ മാത്രമല്ല, ഇപ്പോൾ ബംഗാളികൾക്ക് മാത്രമേ ബംഗാളി ഭാഷ മനസ്സിലാവത്തുള്ളൂ. അപ്പം എന്ത് ചെയ്യുന്നു, പേർഷ്യൻകാർക്ക് മിറാറ്റുൽ അക്ബർ പേർഷ്യൻ ഭാഷയിൽ എഴുതാനായിട്ട് അവർക്ക് ശ്രമിച്ചു. അപ്പം അതുപോലെ തന്നെ ഓരോ റീജിയണൽ ലാംഗ്വേജിലും ഒരു ന്യൂസ് പേപ്പേഴ്സ് എഴുതാനായിട്ട് തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആരാണ്, നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സമ്പദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്തുൽ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി എന്നാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, അടുത്ത നോക്കിക്കേ, നമ്മുടെ RRR ഇവിടെ ന്യൂസ് പേപ്പർ എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് എന്താണ് അവിടുന്ന് ഒരു സീൻ വരുന്നുണ്ട്. നമ്മുടെ ബ്രിട്ടീഷുകാർ എന്തോ വിഷയം ഇറക്കുന്നുണ്ട്. ഒരാൾ നന്നാക്കാൻ നോക്കി അവിടെ എന്തെങ്കിലും തടയിടാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വരും അല്ലേ, നമുക്കറിയാം. അപ്പൊ നമുക്ക് നോക്കാം എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? റിയലൈസിങ് ദ പവർ ഓഫ് പ്രസ്. നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ ഒരു പവർ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ആരാണ് മനസ്സിലാക്കിയത്? ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അല്ലേ. ബ്രിട്ടീഷ് ഇമ്പോസ് സ്ട്രെങ്തൻ മെഷർ ടു കൺട്രോൾ ദം. അവര് ഒരു ഭയങ്കര സ്ട്രിക്റ്റ് റൂൾ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് മെഷർ കൊണ്ടുവന്ന് എന്തിനാണ്, ന്യൂസ് പേപ്പർ ഒന്നും ഇനി ഇറക്കാൻ പറ്റത്തില്ല, ഇനി ഇവിടെ ഈ പരിപാടി നടക്കത്തില്ല, നിങ്ങൾ എഴുതി അറിയിക്കേണ്ട എന്ന റൂള് അവർ കൊണ്ടുവന്നു. ആ റൂളിന് ഒരു ആക്ടിന്റെ ഒരു പേരാണ്. ആ ആക്ടിന്റെ പേരെന്താണ്? വെർനാക്കുലർ പ്രസ് ആക്ട്. എന്താണ് വെർനാക്കുലർ പ്രസ് ആക്ട്? വെർനാക്കുലർ പ്രസ് ആക്ട് ഏത് വർഷമായിരുന്നു? 1878 നമ്മുടെ ലോർഡ് ലിറ്റൺ, ഇദ്ദേഹം നമ്മുടെ ലിറ്റൺ പ്രഭു ആയിരുന്നു ആ സമയത്ത് ഇത് കൊണ്ടുവന്നത്. നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അത് ശരിയാവത്തില്ല, അവർക്കെതിരെ അവിടെ എഴുതുന്നുണ്ട്, അതിനെതിരെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു? അവര് കുറെ മെഷേഴ്സ് എടുത്തു. ഇത് നിർത്തലാക്കാൻ വേണ്ടി അവർ കുറെ മെഷേഴ്സ് എടുത്തല്ലേ. അപ്പൊ നോക്കിക്കേ, വെർനാക്കുലർ പ്രസ് ആക്ട് എന്നാണ് ആ ആക്ടിന്റെ പേര്. മറക്കരുത്, നമ്മുടെ ന്യൂസ് പേപ്പർ നിർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആക്ടിന്റെ പേരാണ് വെർനാക്കുലർ പ്രസ് ആക്ട്. ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ ലോർഡ് ലിറ്റൺ പ്രഭു ആണ് അത് കൊണ്ടുവന്നത്. ഏത് വർഷമായിരുന്നു? 1878 2 ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ 1878 നമ്മുടെ ലോർഡ് ലിറ്റൺ വെർനാക്കുലർ പ്രസ് ആക്ട് ഇവിടെ കൊണ്ടുവന്നത്. വാസ് വൺ ഓഫ് ദം. ഇറ്റ് കർവ്ഡ് ഫ്രീഡം ഓഫ് പ്രസ് ഇൻ റീജിയണൽ ലാംഗ്വേജ്. അതായത് റീജിയണൽ ലാംഗ്വേജിൽ നമ്മുടെ പ്രസ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് റൂള് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മിസ് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ദി ബ്രിട്ടീഷ് വിഡ്രോ ദി ആക്ട് ആഫ്റ്റർ എ മാസീവ് പ്രൊട്ടസ്റ്റ്. വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ ഇന്ത്യക്കാര്? തോന്നില്ല. കാരണം എന്താണ്, നമ്മൾ ഇത്രയും കാലം നമ്മൾ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് അവരുടെ റൂൾ ഇറക്കാൻ വന്നെങ്കിൽ നമ്മൾ വെറുതെ വിടുവോ? ഇല്ല, വെറുതെ വിടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു. മാസീവ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു, ഭയങ്കര മാസമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു. പറ്റത്തില്ല, ഇത് നടക്കത്തില്ല, ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വൻ വിഷയമാക്കി സീനാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? ഇത് നടക്കത്തില്ല, യുവമാർ ഇച്ചിരി വിഷയമാ എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് വിഡ്രോ എന്ന് പറഞ്ഞാൽ അവർ കൊടുത്ത ആ ആക്ട്, വെർനാക്കുലർ പ്രസ് ആക്ട് അവർ തിരിച്ചെടുത്തല്ലേ. ഇവരെ കൊണ്ട് നാശം, എന്ത് ശല്യമാണ് എന്നൊക്കെ വിചാരിച്ച് അവരെന്ത് ചെയ്ത് അതങ്ങ് തിരിച്ചെടുത്തു. ആ ആക്ട് ആഫ്റ്റർ എ മാസീവ് പ്രൊട്ടക്സ്റ്റ്. ഒരു മാസീവ് പ്രൊട്ടക്സ്റ്റ് വന്നപ്പോഴത്തേക്ക് അവർ ആ വെച്ച വെർനാക്കുലർ പ്രസ് ആക്ട് നൈസായിട്ട് അങ്ങ് തിരിച്ചെടുത്തു. കാരണം അവർക്ക് ഇവിടെ ജീവിക്കണമല്ലോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ മാസീവ് പ്രൊട്ടസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടി മേടിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ നൈസായിട്ട് അതങ്ങ് തിരിച്ചെടുത്തു. വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1878 ലിറ്റൺ പ്രഭു നടപ്പാക്കിയത് പ്രാദേശിക ഭാഷാ പത്ര നിയമം, അതായത് വെർനാക്കുലർ പ്രസ് ആക്ട്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം.
അപ്പം നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആ ന്യൂസ് പേപ്പറിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. ഇത് എസ്സേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം 1 മാർക്കിൻ്റെ ആണെങ്കിൽ ഈ വെർനാക്കുലർ പ്രസ് ആക്ട് ആയിക്കോട്ടെ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ 1 മാർക്കിന് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ സജഷൻസ് താഴെ കൊടുക്കുക. മിസ് ഉറപ്പായിട്ടും അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ മിസ് തരുവാണ്. നിങ്ങൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിലൂടെ എഴുതുക. ഓക്കെ, അപ്പൊ മിസ്സിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് വാസ് ദ ഫസ്റ്റ് ടു സ്റ്റാർട്ട് എ ന്യൂസ് പേപ്പർ വിത്ത് എ നാഷണൽ പെർസ്പെക്റ്റീവ്. ആരാണ് നമ്മുടെ നാഷണൽ പെർസ്പെക്റ്റീവില് ആ ന്യൂസ് പേപ്പർ ആദ്യം തുടങ്ങിയത്? ആരാണ്? ഒരു വ്യക്തിയെ പറ്റി മിസ് പഠിപ്പിച്ചായിരുന്നു. അത് ആരാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ആൻസർ അറിയണം, മിസ് പഠിപ്പിച്ചതാണ്. അപ്പം കമന്റ് സെക്ഷനിൽ നിങ്ങളത് കമന്റ് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ എഴുതി അറിയിക്കാൻ. ഞങ്ങൾ ഇങ്ങനെയാണ് അറിയുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങളിങ്ങനെ അയക്കുന്ന ഓരോ മെസ്സേജസ് ഒക്കെയാണ് മിസ്സുമാർ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആൻസേഴ്സ് എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.